പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച പോസ്റ്റർ. തിരുവനന്തപുരം പാളയം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് ചിത്രം വരച്ചത്. ഡൽഹിയിലെ പാർട്ടികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ ചിത്രം. വിദ്യാർത്ഥികളുടേത് ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പലിന്റെ ന്യായീകരണം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് ഇത്തരം രാഷ്ട്രവിരുദ്ധത പ്രകടമായി കാണുന്നത്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാണ് ഇവിടെ പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അവിടുത്തെ പ്രിൻസിപ്പൽ ന്യായീകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന ഫൈൻ ആർട്സ് കോളേജ്, ആ ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഗേറ്റിന് പുറത്താണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. ഇത് ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഗേറ്റിന് പുറത്താണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ, അത് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പതിച്ചിരിക്കുന്നത്. അതിന് പുറത്ത് നിരവധി പോസ്റ്ററുകളും ചിത്രങ്ങളും ഇവർ വരയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഈ ചിത്രങ്ങൾ ഈ കോളേജിന് പുറത്ത് വരയ്ക്കുന്നത്. നിരവധി ചിത്രങ്ങളാണ്. അതിൽ പ്രധാനമന്ത്രി ജനാധിപത്യത്തിൻ്റെ കൊലയാളി എന്നടക്കമുള്ള ഗുരുതര വാക്യങ്ങൾ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗം വരെ ഇങ്ങനെ നിരവധി ചിത്രങ്ങളും നിരവധി പോസ്റ്ററുകളുമാണ് ഈ വിദ്യാർത്ഥികളുടെ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു, കോളേജിലെ പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ടിരുന്നു. കോളേജിലെ പ്രിൻസിപ്പലോട് ചോദിച്ചു, കോളേജിന് പുറത്താണ് ഇത്തരത്തിൽ ചില ഗുരുതര മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഈ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, അതായത് ഇത്തരത്തിൽ ദേശവിരുദ്ധത പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അങ്ങനെ എഴുതി വെക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അത് വിദ്യാർത്ഥികളാണ്, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് അവർ എഴുതുന്നത്. ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതിന് സമാനമായ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്ന ലാഘവ ബുദ്ധിയോടുകൂടി തന്നെയുള്ള ലാഘവത്തോടെയുള്ള മറുപടിയാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത് ഡൽഹിയിൽ നടക്കുന്ന പാർട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പോസ്റ്ററുകൾ ഇവിടെ ഇങ്ങനെ വിദ്യാർത്ഥികൾ ചേർന്ന് കഴിഞ്ഞ ദിവസം എഴുതുന്നത്. നിരവധി വിദ്യാർത്ഥികൾ എഴുതി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പോസ്റ്റർ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രാദേശിക ലേഖകൻ ഇതുവഴി കടന്നു പോയിരുന്നു. അദ്ദേഹം ഇത് കാണുകയും ഇത് എന്തിനാണ് എഴുതുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്, കോളേജ് അധികൃതരുടെ അറിവോടുകൂടിയാണ്, അവർ പറഞ്ഞിട്ടാണ് ഇതൊക്കെ എഴുതി ചേർക്കുന്നതെന്നാണ് ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ കോളേജ് ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സംഭവമാണ്. രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിൽ കൊലയാളി എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. മറ്റ് പല രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. അങ്ങനെ എഴുതി ചേർത്തുകൊണ്ടാണ് ഈ ഒരു പാളയം ഇത്തരത്തിൽ പാളയത്ത് കോളേജിന് പുറത്തുള്ള ഗേറ്റിന് കവാടത്തിനൊക്കെ മുൻവശത്തും അതോടൊപ്പം തന്നെ മതിലുകളിലുമെല്ലാം പോസ്റ്ററുകൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഈ സമാനമായ രീതിയിലുള്ള ദേശവിരുദ്ധത തുടരുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ നമ്മുടെ കൊലാലയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരോട് ചോദിച്ചു, ഏതെങ്കിലും യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. SFI പോലെയുള്ള യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിലവിൽ യൂണിയൻ ഒന്നുമില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. യൂണിയൻ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഇടത് ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന, ദേശവിരുദ്ധത വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമാണ് ഈ പ്രതിഷേധത്തിന് കാരണം അല്ലെങ്കിൽ പ്രതിഷേധം എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ പോസ്റ്ററുകളുടെ ഒരു പൊതു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലാണ് നമുക്കറിയാം, പലപ്പോഴും പല കലാലയങ്ങളിൽ കേരളത്തിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധത പ്രതിപാദിക്കുന്ന തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ്. ഇത്തരത്തിൽ ഫൈൻ ആർട്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ ഇത്തരത്തിൽ വിവിധ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാറുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ പ്രതിഷേധിക്കും. ആ ക്രിയേറ്റിവിറ്റിയാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തും ഉണ്ടായത്, ന്യായീകരണം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി ഇതിനോടുകൂടി ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പാളയത്താണ്, പാളയം
ഫൈൻ ആർട്സ് കോളേജിൻ്റെ മതിലുകൾക്ക് പുറത്താണ് ഇത്തരത്തിലുള്ള സ്ലോഗനുകൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം അധിക്ഷേപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളെ അടക്കം അധിക്ഷേപിക്കുന്നു. മാത്രമല്ല വികലമായി ചിത്രീകരിക്കുന്ന പോസ്റ്ററുകൾ വരെ, ചിത്രങ്ങൾ വരെ പെയിന്റ് കൊണ്ട് അവർ വരച്ചതാണ്.